ഇന്ന് കിട്ടിയ മീൻ അമ്മ അവിടെ ഇരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം മീനുണ്ട്. നെത്തോലിയും മക്രോണിച്ചാളയും അതുപോലെ സാദാ ചാള, മത്തി, പിന്നെ അയലക്കുട്ടി എല്ലാം കൂടെ മിക്സായിട്ട് വരുമല്ലോ, ആ ഐറ്റം മീൻ കിട്ടി. അതുപോലെ തന്നെ ഈ മീനുണ്ടല്ലോ, CD അല്ലെങ്കിൽ കത്തിക്കാരി എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് പൊരിക്കാനായിട്ട് നല്ലതാണ്. നമ്മൾ മസാലയൊക്കെ പുരട്ടി അങ്ങ് പൊരിച്ചെടുക്കുമ്പോൾ ഇതിന് വലിയ മുള്ളായതുകൊണ്ട് ഒരുപാട് മുള്ളില്ല, കഴിക്കാൻ എളുപ്പമാണ്. പിന്നെ മാങ്ങയിട്ട് ഒരു അവിയലും കൂടെ വെച്ച് അത് കഴിഞ്ഞിട്ട് മാങ്ങയിട്ട് അവിയൽ വെച്ച് നല്ല ടേസ്റ്റാണ്. ഒരുപാട് മാങ്ങ ഇടാൻ പാടില്ല, പേരിന് മാത്രം മാങ്ങയിട്ട് വയ്ക്കുമ്പോഴേക്ക് ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടുമ്പോൾ അവിയൽ സൂപ്പറാണേ. പിന്നെ പുളിഞ്ചിക്ക എടുത്തിട്ട് വന്നിട്ട് ഒരു ഒഴിച്ചുകൂട്ടാനും വെച്ച് നേരത്തെ ആ മീൻ അവിയൽ പരുവത്തിനുള്ള മീനുണ്ടായിരുന്നല്ലോ അതിനെ അങ്ങ് വറ്റിച്ചും വെച്ച് പിന്നെ നമ്മുടെ ഈ CD അങ്ങ് പൊരിച്ചുമൊക്കെ എടുത്തപ്പോഴേക്ക് എല്ലാ കറികളും റെഡിയായി. എല്ലാം അവിയലും അടക്കം എല്ലാം റെഡിയായി. ഇത് പുളിഞ്ചിക്ക ഒഴിച്ചു കൂട്ടാനുള്ളതായിരുന്നേ. അത് ഇതുപോലെ ഒന്ന് പുളിഞ്ചിക്ക ഒഴിച്ചു കൂട്ടാൻ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, സ്റ്റീലിലോ അലുമിനിയത്തിലോ ഒന്നും വെക്കരുത്. ഇതുപോലെ മൺചട്ടിയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇടല ഒഴിച്ചു കൂട്ടാനായി. ഇനി ചോറ്, ഒഴിച്ചു കൂട്ടാൻ, നെത്തോലി വറ്റിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ CD മീൻ പൊരിച്ചത്, മാങ്ങയിട്ട അവിയൽ, അച്ചാർ, അങ്ങനെ എല്ലാം കൂട്ടിയായിരുന്നു ഇന്നത്തെയും നമ്മുടെ ഊണ്.